കരുമ്പിൽ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു ചുക്കും നടക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ കേരളത്തിന്റെ പോലീസ് മന്ത്രിയായ പിണറായിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ ഈ കേരളത്തിലെ 4 കോടി വരുന്ന ജനത ആർക്കാണ് പരാതി കൊടുക്കുന്നത്? മലപ്പുറം ജില്ലയെ ക്രിമിനൽ ക്യാപിറ്റൽ ആക്കാനുള്ള RSS അജണ്ട പിണറായിയുടെ മൗനാനുവാദത്തോടെ ചില പോലീസുകാർ നടപ്പിലാക്കുകയാണെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, ADGP M.R. അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക, കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പോലീസിനെ കൂലിപ്പടയായി മാറ്റിമറിച്ചു. SDPI സിന്ദാബാദ്. BJPക്ക് സീറ്റ് ലഭിക്കാൻ പുറകലക്കിയ പോലീസ് നിങ്ങള് ഈ വളഞ്ഞു നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ, നിങ്ങളെ ലാത്തി ഒടിഞ്ഞു പോകുന്നതല്ലാതെ ഒരു ഇഞ്ച് ഞങ്ങൾ ഇവിടുന്ന് പുറകോട്ട് പോകില്ല. ഞങ്ങള് തീരുമാനിച്ചുറച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. കേരള പോലീസിന് അങ്ങനെ സംഘപരിവാരവൽക്കരണത്തെ വിട്ടുകൊടുക്കാൻ കേരളത്തിലെ SDPക്കാർ സമ്മതിക്കില്ലെന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ കേരളക്കരയില് അൻവർ ഒരു വാട്സാപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. സാധാരണഗതിയില് പോലീസുകാർക്കെതിരെ അഴിമതി ആരോപണമുണ്ടായാൽ, പോലീസുകാർക്കെതിരെ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ പോലീസ് ജനങ്ങളോട് കാണിച്ചാൽ അതിനൊക്കെ പരാതിപ്പെടാൻ ഒരു ഇടമുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങൾ നിലനിൽക്കെ വാട്സപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ അൻവർ പറയുകയാണ്, PV അൻവർ പറയുകയാണ്, നിങ്ങൾ ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എന്താണ് പറയുന്നത്? ഇവിടുത്തെ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ സംവിധാനങ്ങളെയാണോ അല്ല അൻവറിന്റെ വാട്സപ്പ് നമ്പറിനെയാണോ വിശ്വസിക്കേണ്ടത്? അൻവർ തന്നെ പറയുകയാണെങ്കിൽ പിണറായി വിജയന് ധാരാളം പരാതികൾ എഴുതി കൊടുത്തു. എന്നിട്ടോ ആ പരാതികൾ വായിച്ചു നോക്കിയിട്ട് P. ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറി. ഒരു